അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒരു നൂറ്റാണ്ട് കാലമായി നടത്തിവരുന്ന പോരാട്ടങ്ങളുടെ പടധ്വനികൾ പുതിയ കാലഘട്ടത്തിലും നിലച്ചിട്ടില്ല എന്ന വിളംബരത്തോടു കൂടിയാണ് സൗദിയിലെ വ്യത്യസ്ത ഇസ്ലാഹി സെൻ്ററുകളുടെയും സൗദി മതകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള മലയാളം വിഭാഗം കോൾ ആൻഡ് ഗൈഡൻസ് സെൻ്ററുകളുടെയും കീഴിൽ വ്യത്യസ്ത പ്രവിശ്യകളിൽ നടക്കാനിരിക്കുന്ന അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റമെന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ദ്വൈമാസ ക്യാമ്പയിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടത്. നേരത്തെയുള്ള സംസാരങ്ങളിൽ നിന്ന് ബോധ്യമായതുപോലെ രണ്ട് പദങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തതയോട് കൂടിയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായി ഓരോ മുജാഹിദ് പ്രവർത്തകനും മലയാളികളിലേക്ക് ഈ ആദർശ പടധ്വനിയുമായി കടന്നു വരുന്നത്. ഒന്നാമത്തെ പദം അന്ധവിശ്വാസം എന്നതാണ്. അന്ധവിശ്വാസം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് സാധാരണയായി അറബിയിൽ നാം പ്രയോഗിക്കാറുള്ള, നാം പലപ്പോഴും ആവർത്തിച്ച് പ്രയോഗിക്കാറുള്ള ജാഹിലിയത്ത്, ഖുറാഫാത്ത് എന്നീ പദങ്ങൾക്കുള്ള അതിൻ്റെ ഒരു മലയാള പദമായി പ്രയോഗിക്കാവുന്ന ശൈലിയിലാണ് അന്ധവിശ്വാസത്തെ നാം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. നവോത്ഥാനം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികളായി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമുദായ മക്കൾ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ചിന്തകളുമായി കടന്നു പോകുമ്പോൾ, വികലമായ ജീർണതയുള്ള വിശ്വാസങ്ങളുമായി കടന്നു പോകുമ്പോൾ അവരെ വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശാദ്വല തീരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 മുമ്പ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ വിഭാഗം നിർവഹിക്കുന്ന പ്രവർത്തനമാണ് നവോത്ഥാനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ കാലശേഷം ഇസ്ലാമിക സമൂഹത്തിനൊരു കാലം വരാനുണ്ട്. ഈ ഉമ്മത്തിലുള്ള ആളുകൾ ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് വികലമായ ജീർണതകളിലേക്ക് കടന്നു പോകും. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ആദർശത്തിൻ്റെ നന്മകളിലേക്ക് സമുദായത്തെ കൈപ്പിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്ന ആളുകൾക്കാണ് മംഗളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ഫതൂബാ ലിൽ ഖുറബാ, അപരിചിതരായ ആളുകൾക്കാണ് മംഗളം. ആരാണ് അപരിചിതരായ ആളുകൾ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസ് മിൻ ബഅദി മിൻ സുന്നതി, എൻ്റെ ഈ മതത്തിൻ്റെ നടപടിക്രമങ്ങളിൽ എൻ്റെ കാലശേഷം ജീർണതകളുമായി കടന്നു വരുന്ന ആളുകൾക്കെതിരെ വിശുദ്ധ ഖുർആനും സുന്നത്തും കൊണ്ട് ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്നവർ, സംസ്കരണ പ്രവർത്തനം നടത്തുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് നബി സല്ലല്ലാഹു വിശദീകരിക്കുന്നു. അഥവാ ഇസ്ലാമിക സമൂഹത്തിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ, സമുദായത്തെ നന്മയിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിൽ മനുഷ്യ സമൂഹത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള സംസ്കാരങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സമുദായത്തിൽ വിഭിന്നമായ അന്ധവിശ്വാസങ്ങളും അത്യാചാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതത് നാടുകളിൽ നിന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കൾ കടന്നു വന്നിരുന്നു. ഓരോ സമൂഹങ്ങളിൽ, ഓരോ മതങ്ങളിൽ, ഓരോ ദർശനങ്ങളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ഇത്തരം ജീർണതകൾക്കെതിരെ പോരാടുവാൻ കടന്നു വന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരവരുടെ സാമൂഹ്യ പരിസരങ്ങളിൽ നിർവഹിച്ച ആ പരിശ്രമങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമായി ഇസ്ലാമിക സമൂഹത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിക ആദർശത്തിൻ്റെ
പ്രാമാണികമായ ചില ബന്ധങ്ങളും പിന്തുണയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയം നാം പരിചയപ്പെടുത്തുന്നത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മായാത്ത ഒരു വ്യക്തിത്വമാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. അദ്ദേഹം ഈ കേരളത്തിന്റെ മണ്ണിൽ തന്റെ സമുദായത്തിന് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ ഓർമ്മകൾ പങ്കുവെച്ച അദ്ദേഹം എഴുതിയതും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങളെ പിൽക്കാലത്തുള്ളവർ അയവിറക്കിയതുമായ ഒരുപാട് സംഭവങ്ങളിൽ ഏറെ ശ്രദ്ധേയമായൊരു സംഭവം, അദ്ദേഹം ഒരിക്കൽ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. അങ്ങാടിയിലുള്ള ഒരു കടയിലേക്ക് ഒരു ആട് ഒറ്റയ്ക്ക് കയറി വരുന്നു. ആ ആട് അതിനിഷ്ടപ്പെട്ട പലതും ആ കടയിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ആരും ആ ആടിനെ ആട്ടി വിടുന്നില്ല. ആ സമയത്ത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ചോദിച്ചു, എന്താണ് ആരും ഈ ആടിനെ ആട്ടി ഓടിക്കാത്തത്? ആരും എന്താ ഇതിനെ വിരട്ടാത്തത്? ആ സമയത്ത് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളോട് ആ കടയിലുള്ള ആളുകൾ പറഞ്ഞു, ഇത് റിഫായിന്റെ ആടാണ്, ഇത് റിഫായിന്റെ ആടാണ്, അതുകൊണ്ട് ഇതിനെ ആട്ടി ഓടിക്കാൻ പാടില്ല. അതേ ദിവസം അതേ നാട്ടിൽ വെച്ച് വൈകുന്നേരം സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ഒരു മതപ്രഭാഷണം നിർവഹിച്ചു. ആട് റിഫായി അല്ല, റിഫായി ആടുമാവില്ല. ഈ സമുദായത്തിൽ ഉണ്ടായിരുന്ന വികലമായ ചിന്തകളും വിശ്വാസങ്ങളുമായി കടന്നുപോയ കാലഘട്ടത്തിൽ ആ സമുദായത്തിന്റെ അന്ധത ബാധിച്ച ചിന്തകളിൽ വിശുദ്ധ ഖുർആനിന്റെ കിരണങ്ങളുമായി കടന്നു വന്ന പോരാട്ടങ്ങളാണ് നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം നടത്തി വന്നിരുന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വിവിധങ്ങളായ പോരാട്ട പ്രവർത്തനങ്ങളുമായി കടന്നു വന്നു. വർഷം മുന്നോട്ട് പോയി 940 കാലഘട്ടത്തിൽ കേരളത്തിന്റെ പല നാടുകളിൽ മഹാമാരി പോലെ പല രോഗങ്ങളും ബാധിക്കുകയുണ്ടായി. കോളറ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന സമയത്ത് ആളുകൾ ചികിത്സ തേടി ആശുപത്രികളിലേക്ക് പോകേണ്ട സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ മക്കൾ ചികിത്സ തേടാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അന്ന് പൗരോഹിത്യം ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ തടഞ്ഞു നിർത്തി. എന്നിട്ട് മുസ്ലിം സമുദായത്തോട് പഠിപ്പിച്ചു, ഈ കോളറയുടെ കാരണം കോളറ പിശാചാണ്. ആ കോളറ പിശാചിനെ തുരത്താൻ കൂട്ടബാങ്കും സ്വലാത്ത് ജാഥകളും നമ്മൾ നടത്തണം. അഥവാ പള്ളി മിനാരങ്ങളിൽ ഉയരുന്ന ബാങ്കുകൾ കൂട്ടമായി ഉരുവിടുകയും സ്വലാത്തിന്റെ ജാഥകൾ നടത്തുകയും ചെയ്ത് പിശാചിനെ പേടിപ്പിച്ചാൽ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചിരുന്ന, ആ ചിന്തകളെ വിശ്വാസമായി സ്വീകരിച്ചിരുന്ന, ആ വിശ്വാസങ്ങളുടെ പേരിൽ ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഉണ്ടായിരുന്നു എന്നത് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയി ഇസ്ലാമിക സമുദായം വിദ്യാഭ്യാസ രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗതിയുടെ പുതിയ പാതകളുമായി കടന്നു വന്നു. എന്നാൽ പുതിയ കാലത്തും അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നു. പുതിയ കാലഘട്ടത്തിൽ അഭ്യസ്തവിദ്യരായ നമ്മുടെ സമുദായത്തിലെ മക്കൾ നോക്കി നിൽക്കെ മന്ത്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങളുമായി കടന്നു വരുന്നു. ഇസ്ലാമിക സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും നമ്മുടെ പെൺമക്കളെയും ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. മതങ്ങളുടെ വേർതിരിവില്ലാതെ പുതിയ പുതിയ ചൂഷണങ്ങളുമായി കടന്നു വരുന്നു. അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ പുതിയ പതിപ്പുകളുമായി നവലോക ക്രമത്തിൽ കുതിച്ചു വരികയാണ്. വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെന്ന് പറഞ്ഞാലും ശാസ്ത്രബോധമുണ്ടെന്ന് പറഞ്ഞാലും മുസ്ലിം സമുദായത്തിനാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ പലപ്പോഴും അന്ധവിശ്വാസത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന കാഴ്ചകൾ നാം ഒരു ഭാഗത്ത് കാണുന്നു. അവിടെ ഈ സമുദായത്തെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും കൈപിടിച്ചുയർത്തുക എന്ന ഒരു യത്നമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്താണ് ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് എന്നവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിലും സുന്നത്തിലുമുള്ള പല കാര്യങ്ങൾ അവനവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട്, അവനവന്റെ യുക്തിക്ക് യോജിക്കാത്തത് കൊണ്ട്, താൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ശാസ്ത്രബോധവുമായി യോജിച്ചു പോവാത്തത് കൊണ്ട് അതും അന്ധവിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് മാറ്റി നിർത്തുന്ന പ്രവണതകൾ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കുപ്പായമണിഞ്ഞ് യുക്തിവാദത്തിന്റെ വാദങ്ങളുമായി കടന്നു വരുന്ന ആളുകളും ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ് അന്ധവിശ്വാസം എന്നത് സമുദായത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. അവനവന് തോന്നിയതിനെ അന്ധവിശ്വാസമായി പറഞ്ഞ്, അവനവന് തോന്നിയത് നവോത്ഥാന പ്രവർത്തനമായി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും തന്നെ സമുദായത്തിൽ ഗുണപരമായ പ്രവർത്തനവുമായി ആർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നത് നാം തിരിച്ചറിയണം. ഇസ്ലാഹി സെന്റർ സൗദി അറേബ്യയിലെ റിയാദിലും പരിസര പ്രവിശ്യകളിലും ഈ ക്യാമ്പയിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഈ 2 മാസക്കാലത്ത് വിപുലമായ പദ്ധതികളുമായി മുന്നോട്ട് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ധവിശ്വാസത്തിനെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ഈ സാംസ്കാരിക സദസ്സിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനു വേണ്ടി സഹോദരൻ മുജീബ് റഹ്മാൻ ഇരുമ്പിരിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17ാമത് ലാൻഡ് ഖുർആൻ സംഗമത്തിലെ ഏറ്റവും സവിശേഷമായ സെഷൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന അതിമഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സംഗമം ഇവിടെ സമാപിക്കുമ്പോൾ അതിമഹത്തായ ഒരു ദൗത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിയാദിലെ സൗദി അറേബ്യയിലെ ഇസ്ലാഹി പ്രവർത്തകർ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങി ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കാനുള്ള പ്രേരണയും പ്രചോദനവുമാണ് ഈ മഹത്തായ സംഗമം. ഈ സംഗമത്തിൻ്റെ ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം നിർവഹിച്ച അഭിമന്യനായ TM അഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം അഷ്റഫ് വേങ്ങാട്ട്, ഉബൈദ് അടവണ്ണ, അർഷുൽ അഹമ്മദ്, PV അജ്മൽ സാഹിബ്, ബഷീർ സാഹിബ് പാരഗൺ, PP അബ്ദുൽ അസീസ് സാഹിബ്, MSS ഫൈസൽ ബിൻ അഹമ്മദ് സാഹിബ്, ഫസൽ റഹ്മാൻ, അരബിക്കുട്ടി ഒളവട്ടൂർ, ഡോക്ടർ ബഷീർ സാഹിബ്, മുഹമ്മദ് നിസാർ സാഹിബ്, അബ്ദുറസാഖ് സാഹിബ് സഞ്ചറി, ഇഫ്തിഖാർ, സുൽഫിക്കർ തൃശൂർ, മുഹമ്മദ് അമീൻ, സാബിർ Galaxy.com ടെലികോം. അതോടൊപ്പം ഈ മഹത്തായ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച കബീർ സലഫി പറളി അവർകൾക്കും പ്രമേയാവതരണം നടത്തിയ സഅദുദ്ദീൻ സലാഹിക്കും എല്ലാവർക്കും ഈ മഹത്തായ സംഗമം ശ്രവിച്ച ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ മഹത്തായ സദസ്സിലെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഗമം ഇവിടെ സമാപിക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണം എന്ന് അപേക്ഷിക്കുന്നു. നേരത്തെ പോലെ തൊട്ടടുത്ത ഹാൾ അതിന് സജ്ജമായിട്ടുണ്ട്, വുളു എടുക്കാനുള്ള സംവിധാനമുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.